അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ് എന്ന് പറയുന്ന മഹൽ ഗ്രന്ഥത്തിൻ്റെ പഠിതാക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖുഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ വിശദീകരിച്ച് മനസ്സിലാക്കിയത്. ഇനി ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ തുടർന്ന് പറയുന്നത് വലിയ ശുദ്ധി വരുത്തുന്നതിനെ കുറിച്ചാണ്. വ അമ്മ തഹാറത്തുൽ കുബ്ര ഫതഹ്തവി അലാ സുന്നത്തിൻ വ വാജിബിൻ. വ അമ്മ തഹാറത്തുൽ കുബ്ര എന്നാൽ വലിയ ശുദ്ധി വരുത്തൽ, ഫതഹ്തവി അത് ഉൾക്കൊള്ളുന്നു, അലാ സുന്നത്തിൻ സുന്നത്തിനെയും വ വാജിബിൻ വാജിബിനെയും. കുളിയുടെ സുന്നത്തുകൾ, കുളിയുടെ വാജിബ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അൽ വാജിബു അന്നിയ വ തഅമീമു സായിരിൽ ജസദ്. കുളിക്കുമ്പോൾ വാജിബായ കാര്യം അത് അന്നിയ, ഒന്ന് നിയ്യത്താണ്. വ തഅമീമു സായിരിൽ ജസദ്, ശരീരം മുഴുവൻ വെള്ളം ഏൽപ്പിക്കലുമാണ്, എത്തിക്കലുമാണ്. സായിറുൽ ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ. തഅമീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. തഅമീമു സായിരിൽ ജസദ് അൽമ അല്ലെങ്കിൽ ബിൽമ, വെള്ളം കൊണ്ട് എല്ലാ ശരീരാവയവങ്ങളിലും അത് നനയ്ക്കുക, എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ വാജിബ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അന്നീയ, ഇന്നമൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. കർമ്മങ്ങളെല്ലാം നിയ്യത്ത് കൊണ്ടാണ്. അതിൻ്റെ സ്വീകാര്യതയും അത് ശരിയാകലും അത് നിർണ്ണയിക്കലൊക്കെ ഓരോ മനുഷ്യരും നിയ്യത്ത് ചെയ്തത് എന്തുണ്ടോ അതാണ് അയാൾക്കുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുളിക്കും നിയ്യത്ത് നിർബന്ധമാണ്. വ തഅമീമുൽ മാ അല്ലെങ്കിൽ വ തഅമീമു സായിരിൽ ജസദ്, അതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇൻ കുൻതും ജുനുബൻ ഫത്തഹറു. നിങ്ങൾ ജനാബത്തുകാരാണ് എങ്കിൽ ഫത്തഹറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുളിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വ അൻതും സുകാറ ഹത്താ തഅലമു മാ തഖൂലൂൻ വല ജുനുബൻ ഇല്ലാ ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു. അവിടെ ഹത്താ തഗ്തസിലു എന്ന് പറഞ്ഞു, ഉദ്ദേശം കുളിയാണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫിഹാ തസ്രീഹുൻ ബിൽ ഇഗ്തിസാൽ. കുളിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറഞ്ഞു. ഹത്താ തഗ്തസിലു, ഇഗ്തിസാൽ കുളിയാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ് വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന ഫഇദാ തതഹർന ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്. ഋതുമതികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ വിട്ടു നിൽക്കാൻ പറഞ്ഞു. വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന, അവർ ശുദ്ധി പ്രാപിക്കുന്നത് വരെ അവരോട് അടുക്കരുത് എന്ന് പറഞ്ഞു. ഫഇദാ തതഹർന ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്. ഫഇദാ തതഹർന, അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇഗ്തസൽന ഇത്തിഫാഖൻ. ഇഗ്തസൽന എന്ന് പറഞ്ഞാൽ അവർ കുളിച്ചാൽ, അത് ഇത്തിഫാഖുള്ള വിഷയമാണ്, പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള വിഷയമാണ്. ഫൈദാ തതഹർന എന്ന് പറഞ്ഞാൽ ഇഗ്തസൽന. അപ്പോൾ ഈ ആയത്തുകളൊക്കെയും കുളിയെ അറിയിക്കുന്നു. കുളി എന്ന് പറഞ്ഞാൽ അത് ശരീരം മുഴുവൻ വെള്ളം നനച്ചാണ് കുളി. അമ്മ തഅമീമുൽ ബദൻ ഫലാ യതീമു മഫ്ഹൂമുൽ ഗുസ്ൽ ഇല്ലാ ബിഹി. കുളിച്ചു എന്നുള്ളത് പറയപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം കഴുകിയാൽ പോരാ, ശരീരത്തിൻ്റെ ഒരു ഭാഗം കഴുകിയാൽ പോരാ, പ്രത്യുത ശരീരം മുഴുവൻ വെള്ളം എത്തിച്ചെങ്കിലാണ് കുളി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിയുടെ നിർബന്ധ കാര്യങ്ങൾ രണ്ടാണ്. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് ശരീരാവയവങ്ങൾ മുഴുവൻ വെള്ളം എത്തിക്കുക, ഏൽപ്പിക്കുക എന്നുള്ളതാണ്. വൽ മുസ്തഹബ്ബു ഗസ്ലു മാ ബിഹി മിൻ അദൻ വൽ വുദൂഉ വൽ ഗസ്ലു സലാസൻ വദ്ദൽകു വത്തയാമുനു വത്തസ്മിയതു വതഖ്ലീലു ശഅരി വഗസ്ലു ഖദമൈഹി ഫി ഗൈരി മൗദിഇഹി ഇദാ ലം യകുൻ മുബല്ലത. ഇതാണ് ഗ്രന്ഥകാരൻ അതിൻ്റെ കുളിയുടെ സുന്നത്തുകളായിട്ട് പറയുന്നത്. വൽ മുസ്തഹബ്ബു, മുസ്തഹബ് എന്ന് പറഞ്ഞാൽ കുളിക്കുമ്പോൾ പ്രതിഫലാർഹമായിട്ടുള്ള പുണ്യങ്ങൾ, അത് ഗസ്ലു മാ ബിഹി അദൻ, മ്ലേച്ഛമായുള്ളത് കഴുകലാകുന്നു. ഗസ്ലു കഴുകലാകുന്നു, മാ യാതൊന്ന്, ബിഹി മിൻ അദൻ, ആ യാതൊന്ന് പറഞ്ഞെങ്കിൽ മ്ലേച്ഛമായിട്ടുള്ള യാതൊന്ന്. ഉദ്ദേശം ഇപ്പോൾ വലിയ അശുദ്ധിക്കാരനായാൽ ശരീരാവയവങ്ങളിൽ ലൈംഗികമായി പ്രാപിച്ചതിൻ്റെ നനവുകളോ അല്ലെങ്കിൽ അത് ഉണങ്ങി ഒട്ടിയതോ ഒക്കെ
ഉണ്ടാവാം. അപ്പോൾ അത് കഴുകുക എന്നുള്ളതാണ് ഉദ്ദേശം. വഗസ്ലു മാ ബിഹി മിൻ അദൻ, കുളിക്കുന്നതിന് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തിയപ്പോൾ മൈമൂന റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, സുമ്മ ഖാല ബിയദിഹിൽ അർള ഫമസഹഹ ബിത്തുറാബ് സുമ്മ ഗസലഹ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൈകൊണ്ട് മണ്ണിൽ ഉരച്ചു എന്നാണ്. ഫമസഹഹ ബിത്തുറാബ്, ആ കയ്യിനെ മണ്ണിൽ തടവി എന്നാണ്. സുമ്മ ഗസലഹ, എന്നിട്ട് പിന്നെ കൈ കഴുകി എന്നാണ്. മറ്റൊരു നിവേദനത്തിൽ സുമ്മ ദറബ ബിശിമാലിഹി അൽ അർള ഫദലകഹ ദൽകൻ ഷദീദൻ, തൻ്റെ ഇടത് കൈ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിലടിച്ചു, എന്നിട്ട് അതിനെ ശക്തമായിട്ട് ഉരച്ചു എന്നാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഇഗ്തസല മിനൽ ജനാബത്തി യബ്ദഉ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തിൽ നിന്ന് കുളിച്ചാൽ, വലിയ അശുദ്ധി ഉണ്ടായി കുളിച്ചാൽ തുടങ്ങും. എങ്ങനെ തുടങ്ങും? ഫയഗ്സിലു യദൈഹി, തൻ്റെ ഇരുകരങ്ങളും കഴുകും. സുമ്മ യുഫ്രിഗു ബിയമീനിഹി, പിന്നീട് തൻ്റെ വലത് കൈ കൊണ്ട് വെള്ളം കോരും. അലാ ഷിമാലിഹി, ഇടത് കൈയിലേക്ക് വെള്ളം ഇങ്ങനെ കോരി ഇടത് കൈയിൽ പാർന്ന്. ഫയഗ്സിലു ഫർജഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ലൈംഗികാവയവത്തെ കഴുകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞത് ഗസ്ലു മാ ബിഹി അദൻ എന്ന്. അടുത്ത മുസ്തഹബായ കാര്യമായിട്ട് ഗ്രന്ഥകാരൻ പറയുന്നത് വൽ വുദൂ എന്നാണ്. വുദു ചെയ്യുക എന്നുള്ളത്, കുളിക്കുന്നതിന് മുമ്പ് വുദു ചെയ്യുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദ ഇഗ്തസല മിനൽ ജനാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തിൽ നിന്ന് കുളിക്കുകയായാൽ ബദഅ ഫഗസല യദൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൈകൾ രണ്ട് കൈകളും കഴുകി തുടങ്ങും, കുളി തുടങ്ങും. സുമ്മ യതവദ്ദഉ, പിന്നീട് തിരുദൂതർ വുദു ചെയ്യും. കമാ യതവദ്ദഉ ലിസ്സലാഹ്, നമസ്കാരത്തിന് വുദു ചെയ്യുന്നത് പോലെ, നമസ്കാരത്തിന് വുദു ചെയ്യുന്നത് പോലെ വുദു ചെയ്യും. സുമ്മ യുദ്ഖിലു അസാബിഅഹു ഫിൽ മാ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിരലുകളെ വെള്ളത്തിൽ പ്രവേശിപ്പിക്കും. ഫയുഖല്ലിലു ബിഹാ ഉസൂല ഷഅരിഹി, എന്നിട്ട് ആ നനഞ്ഞ കൈവിരലുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി അതിൻ്റെ അഗ്രഭാഗം വിടർത്തി ഉരക്കും, അല്ലെങ്കിൽ വെള്ളം അവിടെ എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജനാബത്ത് കുളിയുടെ മുമ്പ് വുദു ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഹദീസിൽ നമ്മൾ വായിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹദ്ദസത്നാ മൈമൂന റളിയല്ലാഹു തആല അൻഹ ഞങ്ങളോട് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ അമ്മായിയാണല്ലോ മൈമൂന റളിയല്ലാഹു തആല അൻഹ. പിന്നെ അമ്മായിയല്ല, കുഞ്ഞാമ, മാതൃ സഹോദരി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ഉമ്മ ഉമ്മുൽ ഫضലിൻ്റെ അർദ്ധ സഹോദരിയാണ് മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അവർ പറയാണ്, സബബ്തു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുസ്ലൻ ഫഅഫ്റഗ ബിയമീനിഹി അലാ യസാരിഹി ഫഗസലഹുമാ സുമ്മ ഗസല ഫർജഹു സുമ്മ ഖാല ബിയദിഹിൽ അർദ് ഫമസഹഹ ബിത്തുറാബി സുമ്മ ഗസലഹ സുമ്മ തമദ്മദ വസ്തൻഷഖ്. മൈമൂന റളിയല്ലാഹു തആല അൻഹ ഞങ്ങളോട് പറഞ്ഞു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴുകാനുള്ള വെള്ളം ചൊരിഞ്ഞു കൊടുത്തു. അപ്പോൾ അഫ്രഗ ബിയമീനിഹി അലാ യസാരിഹി, റസൂലുള്ളാഹി തൻ്റെ വലത് കൈ കൊണ്ട് ഇടത് കൈയിലേക്ക് വെള്ളം കോരി ഒഴിച്ച് ഫഗസലഹുമ, ഇരു കാര്യങ്ങളും കഴുകി. സുമ്മ ഗസല ഫർജഹു, പിന്നീട് അവിടുത്തെ സൂക്ഷ്മാവയവം കഴുകി. സുമ്മ ഖാല ബിയദിഹിൽ അർദ്, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ഭൂമിയിൽ വരതി. ഫമസഹഹ ബിത്തുറാബ്, മണ്ണിൽ ആ കൈ ഉരച്ചു. സുമ്മ ഗസലഹ, എന്നിട്ട് ആ കൈ കഴുകിയിട്ട് സുമ്മ തമദ്മദ വസ്തൻഷഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ വെള്ളം കൊണ്ട് അത് ചുഴറ്റി തുപ്പി. വസ്തൻഷഖ്, മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് അത് ചീറ്റുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ വുദുവിൻ്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പുകയും മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുകയും ചെയ്തത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് വുദു ചെയ്തു. അത് കുളിയുടെ മുസ്തഹബിലാണ് ഗ്രന്ഥകാരൻ ഇവിടെ എണ്ണിയിട്ടുള്ളത്. വൽ വുദു ചെയ്യലും. വൽ ഗസ്ലു സലാസൻ, മൂന്ന് തവണയായിട്ട് കഴുകൽ. ഓരോ അവയവം കഴുകുമ്പോഴും 3 തവണ കഴുകുക എന്നുള്ളത് സുന്നത്താണ്. കഴുകലിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്. 3 തവണയാണ് അത് സുന്നത്ത്. ഒരു തവണ കഴുകിയാൽ തന്നെ വാജിബ് വീടും. പക്ഷേ 3 പൂർണ്ണതയും അതിൻ്റെ സുന്നത്തും. തടവുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തടവുന്ന അവയവങ്ങൾ അത് സുന്നത്ത് ഒരു തവണ തടവുക എന്നുള്ളതാണ്. ഇപ്പോൾ വുദു ചെയ്യുമ്പോൾ തല തടവുന്നത്, അതേപോലെ ഹുഫകൾക്ക് മേൽ തടവുന്നത്, അതേപോലെ ജബീറ ബാൻഡേജിന് മുകളിൽ തടവുന്നതൊക്കെ തടവലാണ്. അതൊക്കെ ഒരു തവണ, അതാണ് അസൽ. എന്നാൽ കുളിയെ സംബന്ധിച്ചിടത്തോളം 3 തവണ, അല്ലെങ്കിൽ കഴുകലിനെ സംബന്ധിച്ചിടത്തോളം 3 തവണ കഴുകുക എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഇവിടെ ഗ്രന്ഥകാരൻ വൽ ഗസ്ലു സലാസൻ എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത മുസ്തഹബായ കാര്യം അദ്ദേഹം എണ്ണുന്നത് വദ്ദൽക്കു. ദൽക്ക് എന്ന് പറഞ്ഞാൽ കൈ കുളിക്കുന്ന അവയവങ്ങളിൽ ഒരക്കലാണ്, കൈ ഓടിക്കലാണ്. വെള്ളം മാത്രം ഒഴുക്കിയാൽ മതിയോ? അതല്ല, കൈകൊണ്ട് ശരീരം വെള്ളം ഒഴിക്കുന്നതോടുകൂടി ഉരയ്ക്കണമോ? ദൽക്ക് മുസ്തഹബാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. കൈ വെള്ളത്തോടൊപ്പം ഓടിക്കുക എന്നുള്ളത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദൽക്ക് ചെയ്തിട്ടുണ്ട്. വിശിഷ്യ ഈ അവയവങ്ങളിൽ മടങ്ങി നിൽക്കുന്ന അവയവങ്ങൾ, വെള്ളം എത്താൻ പ്രയാസകരമായിട്ടുള്ള സ്ഥലങ്ങൾ, അതിന് മറാഫിഖ് എന്നാണ് പറയുക. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഗ്തസില മിനൽ ജനാബ ബദഅ ബികഫൈഹി ഫഗസലഹുമ. ആയിഷ റളിയല്ലാഹു തആല പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്ത് കുളിക്കാൻ ഉദ്ദേശിച്ചാൽ തൻ്റെ കഫുകൾ, മുൻകൈകൾ കഴുകി തുടങ്ങും. ഫഗസലഹുമ സുമ്മ ഗസല മറാഫിഖഹു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറാഫിഖ് കഴുകുമെന്നാണ്. വ അഫാദ അലൈഹിൽ മ, അതിൽ വെള്ളം ഒലിപ്പിക്കും. ഫൈദ അൻഖാഹുമ, അത് രണ്ടും ശുദ്ധിയായാൽ അഹ്വാബിഹിമ ഇല്ല ഹായത്തിൻ സുമ യസ്തഖ്ബിലുൽ വുദൂഅ വയുഫീദുൽ മ അലാ റഅസിഹി എന്നാണ്. അതായത് ഈ മഹാബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കക്ഷഭാഗങ്ങൾക്കാണ് പറയുക. അതേപോലെ തന്നെ വേർപ്പും ഒക്കെ പിന്നെ ഒട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ കക്ഷഭാഗം, അവിടെ വെള്ളമൊഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പ്രത്യേകം കഴുകും എന്നുള്ളതാണ്. ഫൈദ അൻഖാഹുമ, അവ രണ്ടും ശുദ്ധിയായാൽ എന്നാണ്. അവ രണ്ടും ശുദ്ധിയായാൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷ്മാവയവം കഴുകുമായിരുന്നു, പിന്നെ ഈ കക്ഷഭാഗം കഴുകുമായിരുന്നു. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൾ കഴുകുമായിരുന്നു, പിന്നെ കക്ഷത്തിൻ്റെ ഭാഗം കഴുകുമായിരുന്നു എന്ന് പറഞ്ഞേ. ആ ഭാഗം ക്ലീനായാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എന്താണ്, പിന്നെ വുദു ചെയ്ത് പിന്നെ കുളിക്കും എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ദൽക്കിനെ കുറിച്ചാണ്. കുളിക്കുമ്പോൾ കേവലം വെള്ളം ഒഴുക്കിയാൽ മതിയോ? അതല്ല, ശരീരത്തിൽ കൈ പായിച്ച് ഒരക്കേണ്ടതുണ്ടോ? അത് മുസ്തഹബാണ് എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞത്. വദ്ദൽക്കു എന്നാൽ ഇത് നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു വഹഖീഖത്തുൽ ഗുസ്ലി ജറിയാനുൽ മാ അലൽ അഅ്ള. കുളി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരീരാവയവങ്ങളിൽ വെള്ളം ഒഴിക്കലാണ്. വഖ്തുലിഫ ഫി വുജൂബി ദൽക്കി, ദൽക്കിൻ്റെ വിഷയത്തിൽ അത് നിർബന്ധമാണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫലം യൂജിബുഹുൽ അക്സർ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ അത് നിർബന്ധമാക്കിയിട്ടില്ല. ഗ്രന്ഥകാരനെ പോലെ തന്നെ അത് ഐച്ഛികമാണ്, മുസ്തഹബാണ് എന്നുള്ള പക്ഷമാണ്. എന്നാൽ വ നുഖില അം മാലിക്കിൻ വൽ മുസനി വുജൂബുഹു, ദൽക്ക് ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഇമാം മാലിക്കും അതേപോലെ മുസനിയും അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ രോമാവൃതമായ മേനയുള്ളവരാണ് എങ്കിൽ കേവലം വെള്ളം ഒഴിച്ചാൽ പോരാ, എന്ത് വേണം, ദൽക്ക് ചെയ്ത് വെള്ളം എത്തിക്കണം തൊലിയിലേക്ക് എന്നുള്ളതാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ മേത്തുള്ള ശരീരത്തിലുള്ള മുടി മുലബ്ബതാണ് എങ്കിൽ, മുലബ്ബത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിക്കിടന്ന് വെള്ളം തൊലിയിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എങ്കിൽ അവിടെ ദൽക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഏതായാലും കുളി അത് ശരീരത്തിൽ വെള്ളം ഒഴിക്കലാണ്. അതാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. സുമ്മ അഫാദൽ മ, പിന്നീട് വെള്ളം ഒഴിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ദൽക്ക് നിർബന്ധമല്ല എന്ന പണ്ഡിതാഭിപ്രായം അതാണ് ശരിയോടടുത്തത്. പക്ഷേ രോമാവൃതമായ മേനിയുള്ളവർ, വിശിഷ്യ രോമം ഒട്ടി വെള്ളം ശരീരത്തിലെത്താൻ കഴിയാത്ത വിധം ആണ് എങ്കിൽ അവിടെ ദൽക്ക് ചെയ്യൽ അതാണ് സൂക്ഷ്മത, ശുദ്ധി ശരിയാവുന്നതിനും പൂർണ്ണമാകുന്നതിനും വേണ്ടി എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രന്ഥകാരൻ അടുത്ത മുസ്തഹബായ കർമ്മം പറയുന്നത് വത്തയാമുനു എന്നാണ്. തയാമുൻ എന്ന് പറഞ്ഞാൽ വലതിനെ മുന്തിപ്പിക്കുക എന്നുള്ളതാണ്, വലതു ഭാഗം മുന്തിപ്പിക്കുക എന്നുള്ളതാണ്. അത് കുളിക്കുമ്പോൾ കഴുകുന്ന സ്ഥലമൊക്കെ വലതിനെ മുന്തിപ്പിക്കുക. നമ്മൾ വുദുവിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന ഫി ശഅനിഹി കുല്ലിഹി ഫീ നഅലൈഹി വതറജ്ജുലിഹി വതഹൂരിഹി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയമ്മുനിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ വലത് കൈ കഴുകുക, കാല് കഴുകുമ്പോൾ വലത് കാല് ആദ്യം കഴുകുക, അതേപോലെ തന്നെ പിന്നെ ഒരവയവം കഴിയുമ്പോൾ അതിൻ്റെ വലത് ഭാഗത്തെ മുന്തിപ്പിക്കുക, അതാണ് തയമ്മുൻ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ താല്പര്യമുള്ള വിഷയമായിരുന്നു, ഇഷ്ടകരമായിരുന്നു. അത് ഇവിടെ തഹൂരിഹി എന്ന് പറഞ്ഞില്ലേ, തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കലാണ്. വലിയ ശുദ്ധിയാകട്ടെ ചെറിയ ശുദ്ധിയാകട്ടെ, അതിൽ നിന്നുള്ള ശുദ്ധീകരണത്തിൽ തഹൂറിൽ വലതിനെ മുന്തിപ്പിക്കുക എന്നുള്ളത് അതാണ്
ഇതിൻ്റെ തെളിവ്, തയാമുൻ എന്നതിൻ്റെ തെളിവ്. പിന്നെ അടുത്ത മുസ്തഹബായ കർമ്മം അദ്ദേഹം എണ്ണുന്നത് വത്തസ്മീയത്തു. തസ്മീയത്ത് ബിസ്മി ചൊല്ലലാണ്. വുളുവിൻ്റെ വിഷയം സംസാരിച്ചപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു മസല മനസ്സിലാക്കി. ലാ സലാത്ത ലിമൻ ലാ വുദു അല വല വുദു ലിമൻ ലം യദ്കുരി ഇസ്മല്ലാഹി തആല അലൈഹി. വുദുവിന് മുമ്പ് ബിസ്മി ചൊല്ലണം എന്നുള്ളത് ഈ തിരുമൊഴി അറിയിക്കുന്നു. പല പണ്ഡിതന്മാരും ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ് എന്ന അഭിപ്രായക്കാരാണ്. ആ മസലയിലേക്ക് നമ്മളവിടെ സൂചന നൽകി. ഹസൻ അൽ ബസറിയെ പോലുള്ള ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയെ പോലുള്ള അഹ്ലുദ്ദാഹിറിലെ പണ്ഡിതന്മാർ പോലുള്ളവരൊക്കെ ആ പക്ഷക്കാരാണ് ഈ ഒരു ഹദീസിൻ്റെ തേട്ടപ്രകാരം. ഏതായാലും ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും നിലപാടാണ് നമ്മുടെ ഗ്രന്ഥകാരൻ അൽ അല്ലാമ യൂസുഫ് ഇബിൻ അൽ ഹസൻ ഇബിൻ അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്. വത്തസ്മീയത്തു ബിസ്മി ചൊല്ലലും അത് കുളിക്കുന്നതിൻ്റെ, വലിയ അശുദ്ധി വരുത്തുന്നതിൻ്റെ മുസ്തഹബായ കർമ്മങ്ങളിൽ പെട്ടതാണ്. വതഖ്ലീലു ശഅരി, മുടി ചികറ്റി കഴുകൽ, അതും വുളുവിൻ്റെ മുസ്തഹബായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. കേവലം വെള്ളം കോരി ഒഴിച്ചാൽ പോരെ, പിന്നെന്ത് വേണം? തലമുടി അത് ചികറ്റി അതിൻ്റെ മുടിക്കുറ്റിയിലേക്ക്, തൊലിയിലേക്ക് വെള്ളം എത്തിക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുളി വിശദീകരിക്കുമ്പോൾ പറയുന്നത് സുമ്മ യുദ്ഖിലു അസാബിഅഹു ഫിൽ മാ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിരലുകളെ വെള്ളത്തിൽ പ്രവേശിപ്പിക്കും. ഫയുഖല്ലിലു ബിഹ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികറ്റും. ഉസൂല ശഅരിഹി, തൻ്റെ മുടിയുടെ കുറ്റിഭാഗം. സുമ്മ യസുബ്ബു അലാ റഅസിഹി സലാസ ഗുറഫി ബിയദൈഹി, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരു കരങ്ങൾ കൂട്ടി തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കും എന്നുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ സുമ്മ യുഖല്ലിലു ബിയദിഹി ശഅറഹു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി കൈകൾ കൊണ്ട് ചികറ്റും. ഹത്ത ഇദാ ബന്ന അന്നഹു ഖദ് അർവാ ബശറതഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പിച്ചാൽ തൻ്റെ തൊലിപ്പുറം നനഞ്ഞിരിക്കുന്നു എന്ന് അഫാദ അലൈഹിൽ മാ സലാസ മറാത്ത്, 3 തവണ തലയിൽ വെള്ളം കോരി പാരുമായിരുന്നു. സുമ്മ ഗസല സായിറ ജസദിഹി, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു ശരീരഭാഗം കഴുകും എന്നുള്ളതാണ്. അപ്പോൾ ഈ തഖ്ലീലു ശഅർ, ജനാബത്ത് കുളിക്കുന്നവർ, വലിയ അശുദ്ധി കുളിക്കുന്നവർ മുടി ചികറ്റി കഴുകുക എന്നുള്ളത്, വിടർത്തി കഴുകുക എന്നുള്ളത് അത് സുന്നത്താണ്. അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഉണർത്തുന്നത് തഖ്ലീലു ശഅരി എന്നതുകൊണ്ട്. വഗസ്ലു ഖദമൈഹി, ഇരു കാൽപാദങ്ങളും കഴുകുക. ഫി ഗൈരി മൗദിഇഹി, അവൻ്റെ കുളിക്കുന്ന സ്ഥലമല്ലാത്തയിടത്ത് വെച്ച്. ഇദാ ലം യകുൻ മുബല്ലത, കുളിക്കുന്ന സ്ഥലം മുബല്ലത്തല്ലെങ്കിൽ, മുബല്ലത്ത് എന്ന് പറഞ്ഞാൽ ഈ ബലാത്ത് വിരിച്ചത്, ബലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടപ്പ, ടൈൽസ് പോലുള്ളതായ അല്ലെങ്കിൽ കല്ല്, അത് വിരിച്ചത് അല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലമല്ലെങ്കിൽ ആ സ്ഥലത്ത് മല്ലാത്തയിടത്തു നിന്ന് ഇരു കാൽപാദങ്ങളും കഴുകുക. ഇപ്പം മണ്ണിൽ വെച്ചാണ് കുളിക്കുന്നത്, മണലിൽ വെച്ചാണ് കുളിക്കുന്നത്, ഈ ബലാത്തില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചാണ് കുളിക്കുന്നത് എങ്കിൽ കുളിച്ചയിടത്തു നിന്ന് മാറി നിന്ന് കാൽപാദങ്ങൾ രണ്ടും കഴുകുക. അതാണ് ഇവിടെ പറയുന്നത്. വഗസ്ലു ഖദമൈഹി ഫി ഗൈരി മൗദിഇഹി ഇദാ ലം യകുൻ മുബല്ലത. അതിൽ പറയപ്പെടുന്ന തെളിവ് മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. അതിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുളിയെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് തവദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്സലാത്തി ഗൈറ റിജ്ലൈഹി, കുളിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്തു, നമസ്കാരത്തിന് വുദു ചെയ്യുന്നത് പോലെ. ഗൈറ റിജ്ലൈഹി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാലുകൾ കഴുകുന്നതൊഴിച്ച് ബാക്കി വുദു ചെയ്യുന്നത് പോലെ മുഖം കഴുകി, കൈകൾ കഴുകി, തല തടവി, പക്ഷെ കാല് കഴുകിയില്ല. വഗസല ഫർജഹു അമ്മ അസാബഹു മിനൽ അദ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സൂക്ഷ്മ അവയവവും അതേപോലെ പിന്നെ ഈ മ്ലേച്ഛമായത് പറ്റിയതുമൊക്കെ കഴുകി. സുമ്മ അഫാദ അലൈഹിൽ മാ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കോരി ഒഴിച്ചു. സുമ്മ നഹ്ഹാ റിജ്ലൈഹി ഫഗസലഹുമാ, സുമ്മ നഹ്ഹാ റിജ്ലൈഹി, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരു കാലുകളെയും ദൂരപ്പെടുത്തി. ഫഗസലഹുമാ, എന്നിട്ട് അവ രണ്ടും കഴുകിയെന്നാണ്. അഥവാ 2 കാലുകളെയും കുളിച്ചേടത്തുനിന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ റസൂല മാറി നിന്നിട്ട് അവ രണ്ടും കഴുകി എന്നുള്ളതാണ്. ഈ വിഷയത്തിലൊരു ഖിലാഫുണ്ട്. അൽ ഹാഫിദ് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ വഖ്തലഫ നദ്റുൽ ഉലമ ഫദഹബൽ ജുംഹൂർ ഇല ഇസ്തിഹ്ബാബി തഅഖീരി ഗസ്ലി റിജ്ലൈനി ഫിൽ ഗുസ്ൽ, അതായത് കുളിക്കുന്നതിന് മുമ്പ് വുദു ചെയ്തിട്ട് കാല് അപ്പോൾ കഴുകണോ അതല്ല കുളി കഴിഞ്ഞതിന് ശേഷം കഴുകാൻ മാറ്റി വെക്കണോ, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്, വീക്ഷണ വ്യത്യാസമുണ്ട്. അതാണ് വഖ്തലഫ നദ്റുൽ ഉലമ എന്ന് ഇബ്നു ഹജർ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫദഹബ ജുംഹൂർ
ഭൂരിപക്ഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഇലസ്തിഹ്ബാബി തഅഖീരി ഗസ്ലി റിജ്ലൈനി ഫിൽ ഗുസ്ൽ, കുളിക്കുന്ന സമയമാണ് എങ്കിൽ കാലുകൾ രണ്ടും കഴുകുന്നതിനെ പിന്തിപ്പിക്കലാണ് പ്രതിഫലാർഹം, സുന്നത്ത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി അദ്ദേഹം പറയുന്നത്, ഇൻകാനൽ മക്കാനു ഗൈറു നദീഫ്, ഇൻകാനൽ മക്കാനു ഗൈറ നദീഫിൻ, കുളിക്കുന്ന സ്ഥലം വൃത്തിയില്ലാത്തതാണ് എങ്കിൽ ഫൽ മുസ്തഹബ്ബു തഅഖീറുഹുമ, അപ്പോൾ സുന്നത്ത് കാലുകൾ രണ്ടും കഴുകുന്നതിനെ പിന്തിപ്പിക്കലാണ്. വ ഇല്ല ഫത്തഖദീം, കുളിക്കുന്ന സ്ഥലം ക്ലീനാണ് എങ്കിൽ ഈ കാല് കഴുകുന്നത് വുളുവിനോടൊപ്പം മുന്തിപ്പിക്കലാണ് ഉത്തമം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരനും കുളിക്കുന്ന സ്ഥലം മുബല്ലത്താണ് എങ്കിൽ അവിടെ നിന്ന് കഴുകാൻ പറഞ്ഞു, മുബല്ലത്തല്ല എങ്കിൽ മാറി നിന്ന് കഴുകാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കാല് കഴുകുന്നതിനെ പിന്തിപ്പിക്കുന്ന വീക്ഷണക്കാരനാണ്. എപ്പോൾ പിന്തിപ്പിക്കണം, പക്ഷേ അത് കുളിച്ചിടത്തു നിന്നാകണമോ അതല്ല കുളിച്ച സ്ഥലത്തു നിന്ന് മാറി ആ കുളിച്ചതിൻ്റെ അവശിഷ്ടമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് കഴുകണോ, അപ്പോൾ മാറി നിന്നാണ് കഴുകേണ്ടത്, ആ കുളിച്ച സ്ഥലം മുബല്ലത്തല്ല എങ്കിൽ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് രണ്ട് രീതിയിലുള്ള പ്രവൃത്തിയും വന്നിട്ടുണ്ട്. അഥവാ കുളിക്കുന്നതിന് മുമ്പ് വുളു ചെയ്യുമ്പോൾ അപ്പോൾ കാല് കഴുകിയതായി അത് വന്നിട്ടുണ്ട് ഹദീസിൽ. അതേപോലെ കുളിച്ചതിന് ശേഷം വുളുവിൻ്റെ കൂടെ കാല് കഴുകാതെ കാല് കഴുകുന്നതിന് പിന്തിപ്പിച്ചതായും വന്നിട്ടുണ്ട്. രണ്ടും തെളിവുകൾ അറിയിക്കുന്ന പ്രവൃത്തിയാണ് എന്നതാണ് ഇവിടെ ഈ വുളു ചെയ്ത് കാല് കഴുകുന്നതിനെ മുന്തിപ്പിക്കുന്നതും പിന്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. ഇവിടെ കുളിയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അത്തഹാറ അൽ കുബ്രയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അത്തഹാറ അൽ കുബ്ര എന്ന് പറഞ്ഞത്, വലിയ ശുദ്ധീകരണം എന്നുള്ളത്? അത് വലിയ അശുദ്ധി ഏറ്റതിന് ശേഷം ശുദ്ധി വരുത്തുന്ന പ്രക്രിയയായതുകൊണ്ടാണ്, പ്രവൃത്തിയായതുകൊണ്ടാണ്. വികാരത്തോടുകൂടി ബീജം സ്രവിക്കുക, ലൈംഗികമായ വീഴ്ചയുണ്ടാവുക, സ്ഖലനമുണ്ടായിട്ടില്ലെങ്കിലും ഋതുരക്തം അതേപോലെ പ്രസവരക്തം ഇത് നിലക്കുക, മരണം വരിക്കുക തുടങ്ങിയുള്ള വിഷയങ്ങൾ, ഇതാണ് വലിയ ശുദ്ധിയെ അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ. വികാരപൂർവമുള്ള ബീജസ്ഖലനം ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലി ഇബ്നു അബി താലിബിനോട്, ഇദാ റഅയ്തൽ മദിയ, മദീനെ നീ കണ്ടാൽ എന്നാണ് വികാരം ഉണ്ടാകുമ്പോൾ സ്രവിക്കപ്പെടുന്ന ദ്രവമാണത്. ഫഗ്സിൽ ദക്കറക്, ലൈംഗികാവയവത്തെ നീ കഴുകുക. വതവദ്ദ വുദൂഅക ലിസ്സലാ, നമസ്കാരത്തിന് വുദു ചെയ്യുന്നത് പോലെ വുദു ചെയ്യുക. അത് ബീജല്ല, പിന്നെയോ വികാര സമയത്തുണ്ടാകുന്ന ഒരു ദ്രവം, അതാണ് മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഇദാ ഫദഖ്ത അൽമ, എന്നാൽ ബീജം സ്രവിച്ചാൽ ഫഗ്തസിൽ, നീ കുളിക്കുക എന്ന് പറഞ്ഞു. ഉമ്മു സുലൈം ബിൻത് മിൽഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദാ ഹിയ ഇഹ്തലമത്, ഒരു സ്ത്രീ അവർക്ക് സ്ഖലനമുണ്ടായാൽ കുളിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നഅം ഇദാ റഅത്തിൽ മാ, അവർ സ്ഖലിച്ചത് ബീജം കണ്ടാൽ കുളിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നിർബന്ധമായ കുളിയെ തേടുന്നു ബീജസ്ഖലനം എന്നുള്ളതാണ്. അതേപോലെ ലൈംഗികമായുള്ള പ്രാപിക്കൽ, വികാരം ശമിച്ചിട്ടില്ല എങ്കിലും ഹദീസിൽ കാണാം വമസ്സൽ ഖിതാനുൽ ഖിതാൻ, ലൈംഗികമായി വീഴ്ചയുണ്ടായി എങ്കിൽ ഫഖദ് വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമായി. ആ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണുവാൻ സാധിക്കും. ലൈംഗികമായിട്ട് ദമ്പതികൾ പ്രാപിച്ചു, പക്ഷേ വികാരം ശമിച്ചില്ല എങ്കിലും കുളി നിർബന്ധമാണ് എന്നറിയിക്കുന്നതായ ഹദീസുകൾ. ഇദൽ തഖൽ ഖിതാനാനി വതവാറത്തിൽ ഹഷഫ ഫഖദ് വജബൽ ഗുസ്ലു എന്നാണ്. ലൈംഗികമായ വീഴ്ച നടന്നു എങ്കിൽ കുളി നിർബന്ധമായി എന്നാണ് ഈ ഹദീസുകൾ അറിയിക്കുന്നത്. ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണുവാൻ സാധിക്കും. പിന്നെ പ്രസവരക്തവും ഋതുരക്തവും നമ്മൾ ആ വിഷയത്തിൽ ആയത്ത് കേൾക്കുകയുണ്ടായി. വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅ്തസിലു നിസാഅ ഫിൽ മഹീദ് വലാ തഖ്റബൂഹുന്ന ഹത്താ യത്ഹുർന ഫഇദാ തതഹർന ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്. അവർ ശുദ്ധി പ്രാപിക്കുന്നത് വരെ അവരെ സമീപിക്കാൻ പാടുള്ളതല്ല ഋതുമതികളെ. ഫൈദാ തതഹർന എന്നാണ് ഫൈദ ഇഗ്തസൽന, അവർ കുളിച്ചാൽ ഫഅ്തൂഹുൻ എന്ന് പറഞ്ഞു. അതേപോലെ ഫാത്തിമ ബിന്ത് അബി ഹുബൈഷിൻ്റെ ഹദീസിൽ കാണാം, അവർ പിന്നെ രക്തസ്രാവ അസുഖമുള്ള മഹദിയായിരുന്നു, അവർക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നുണ്ട്, ദാലിക ഉർഖുൻ വലൈസത്ത് ബിൽ ഹൈദ, അവർക്കുണ്ടാകുന്ന ഈ സ്രവം അത് പിന്നെ ഋതുരക്തമല്ല, പിന്നെ അതൊരു രോഗമാണ്. എന്നിട്ട് ഫൈദ അഖ്ബലത്തിൽ ഹൈദത്തു, ഋതുരക്തം വന്നാൽ ഫദഇ അസ്സലാ, നിങ്ങൾ നമസ്കാരം ഒഴിവാക്കണം. വൈദ അദ്ബറത്ത്, ഋതുരക്തം അത് അവസാനിച്ചാൽ ഫഗ്തസിലി,
നിങ്ങൾ കുളിക്കുകയും വസല്ലി നമസ്കരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അവിടെ ഫഗ്തസിലി എന്ന് പറഞ്ഞല്ലോ, ഋതുരക്തം നിലച്ചാൽ കുളിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിർബന്ധ കുളിയെ അനിവാര്യമാക്കുന്ന കാര്യം. അതേപോലെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ കുളിപ്പിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, അറഫയിൽ ഹജ്ജിന് വന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് വീണ് അദ്ദേഹത്തിൻ്റെ പിരടി പൊട്ടി അങ്ങനെ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഗ്സിലൂഹു ബിമാഇൻ വസിദർ, വെള്ളവും താളിയും ഉപയോഗിച്ച് നിങ്ങൾ അയാളെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി മരണപ്പെട്ടപ്പോൾ ഉമ്മു അതിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇഗ്സിൽനഹാ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക ഇൻ റഅയ്തുന്ന ബിമാഇൻ വസിദ്രിൻ. തിരുനബിയുടെ പുത്രിയെ കുളിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇഗ്സിൽനഹ, നിങ്ങൾ അവരെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണം കൊടുത്തു. അതേപോലെ ഈ വിഷയത്തിൽ തെളിവുകളുണ്ട്. ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വ അജ്മഉ അന്നൽ മയ്യിത യുഗസ്സലു ഗുസ്ലൽ ജനാബ. വ അജ്മഉ, അവർ ഏകോപിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ, അന്നൽ മയ്യിത്ത് യുഗസ്സലു കുളിപ്പിക്കപ്പെടും, ഗുസ്ലൽ ജനാബത്തി ജനാബത്തിൽ നിന്നുള്ള കുളി, അതാണ് മയ്യത്ത് കുളിപ്പിക്കപ്പെടുക എന്ന് ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി അറിയിക്കുകയുണ്ടായി. കുളി നിർബന്ധമാക്കുന്ന വിഷയങ്ങളെ എണ്ണിയപ്പോൾ ചിലർ ഒരു കാഫിർ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അയാൾ കുളിക്കൽ നിർബന്ധമാണ്, അതേപോലെ ജുമുഅൻ്റെ കുളി നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസ്അലയാണ്. ഖൈസ് ഇബ്നു ആസിം അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കുളിക്കാൻ കൽപ്പിച്ചത്, അതേപോലെ സുമാമ ഇബ്നു ഉസാൽ ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ അദ്ദേഹത്തോട് കുളിക്കാൻ കൽപ്പിച്ചതൊക്കെയാണ്. കുളിക്കൽ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അത് കുളിയെ നിർബന്ധമാക്കും എന്നതിന് ആ വീക്ഷണമുള്ള പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മക്കം ഫതഹിന് വലിയൊരു പുരുഷാരമാണ് ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായത്. അവരോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ പറഞ്ഞത്, അതേപോലെ മറ്റു പലരും ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ കുളിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചതൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഇസ്ലാം ആശ്ലേഷിച്ചാൽ കുളി നിർബന്ധമാണോ എന്ന വിഷയം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്അലയാണ്. അതേപോലെയാണ് വെള്ളിയാഴ്ച ദിവസത്തെ കുളി. ഗുസ്ലു യൗമിൽ ജുമുഅ വാജിബുൻ അലാ കുല്ലി മുഹ്തലിമിൻ, പ്രായപൂർത്തിയായ എല്ലാവരുടെയും മേൽ വെള്ളിയാഴ്ചയിലെ കുളി നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ഹദീസ്, വാജിബാണെന്ന് അറിയിക്കുന്ന ഹദീസ്, അത് വഹുവ ബിമാന ലുസൂം ഖത്അൻ, ഒരു അനിവാര്യതയാണ് എന്ന ഒരു ഭാഷയാണ് എന്നാണ് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്. ഏതായാലും ആ കുളിയുടെ വിഷയത്തിൽ അത് നിർബന്ധമാണോ അല്ലേ എന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അംർ ഇബ്നു സുലൈം അൽ അൻസാരി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റാവിയാണ്. അദ്ദേഹം ഈ ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ എന്ന് പറയുന്ന ഹദീസിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞത്, അമ്മൽ ഗുസ്ലു ഫഅഷ്ഹദു അന്നഹു വാജിബുൻ, കുളി അത് വാജിബാണ് എന്നാണ് എൻ്റെ സാക്ഷ്യം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ കുളിയെക്കുറിച്ച് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇദാ ജാ അഹദുകുമുൽ ജുമുഅത ഫല്യഗ്തസിൽ, നിങ്ങളിൽ ഒരാൾ വെള്ളിയാഴ്ച വന്നാൽ അവൻ കുളിക്കട്ടെ എന്ന് പറയുന്ന ഹദീസ്. വേറെയും ആ വിഷയത്തിൽ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ, ഇദ് ദഖല റജുലുൻ മിനൽ മുഹാജിരീൻ അൽ അവ്വലീൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ നിന്നുള്ള ആദ്യകാല മുഹാജിറികളിൽപ്പെട്ട ഒരു വ്യക്തി കടന്നു വന്നു എന്നാണ്. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഫനാദാഹു ഉമറു അയ്യത്തു സഅത്തിൻ ഹാദിഹി, ഉമർ ആ ആഗതനെ വിളിച്ചിട്ട് ഇത് ഏത് സമയമാണെന്ന് ചോദിച്ചു. അപ്പോൾ ആഗതൻ പറഞ്ഞത്, ഇന്നി ശുഗിൽത്, ഞാൻ ചില തിരക്കുകളിൽ വ്യാപൃതമായി. ഫലം അൻഖലിബ് ഇലാ അഹ്ലി ഹത്ത സമയത്തു തഅദീൻ, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയില്ല, അപ്പോഴത്തേക്ക് ബാങ്ക് കേട്ടു. ഫലം അസിദ് അൻ തവദ്ദഅതു, അതുകൊണ്ട് തന്നെ വുളൂവിനേക്കാൾ കൂടുതലൊന്നും ഞാൻ ചെയ്തില്ല, വുളൂ എടുത്തിട്ട് വേഗം വന്നു, ജുമുഅക്ക് വന്നു എന്നർത്ഥത്തിൽ. അപ്പോൾ ഫഖാല, ഉമർ ചോദിക്കുന്നുണ്ട്, വൽ വുളൂ ഐദൻ വഖദ് അലിംത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറു ബിൽ ഗുസ്ൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കെ വുളൂ എടുത്തിട്ടാണ് വന്നത് എന്ന് ചോദിക്കുന്നു. വുളൂ മാത്രമേ ചെയ്തുള്ളൂ എന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഗുണദോഷിച്ചത്, ഉസ്മാനോട് റളിയല്ലാഹു തആല അൻഹുമ ഈ സംസാരിച്ചത്, ഇതൊക്കെ വെച്ച് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ജുമുഅയുടെ കുളി അത് നിർബന്ധമാണ് എന്ന പക്ഷക്കാരാണ്. ഇമാം മാലിക്, അതേപോലെ ഇബ്നു ഹസം, ഇബ്നു ഖുസൈമ, അൽ ഹസൻ അൽ ബസറി പോലുള്ളതായ ചില ഫുഖഹാക്കളാണ്, പണ്ഡിതന്മാരാണ്. പിന്നെ ഇത്
നിർബന്ധം എന്നുള്ള വീക്ഷണം പറഞ്ഞിട്ടുള്ളത് അത് സഹാബികളിൽ നിന്ന് അബൂ ഹുറൈറ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുൽ ജമീ അവരൊക്കെ ആ ഒരു അഭിപ്രായം പറഞ്ഞതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാർ, പൂർവ്വകാലത്തുള്ള പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ, അവർ വെള്ളിയാഴ്ച ദിവസത്തെ കുളി അത് മുസ്തഹബാണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. അതിന് ഫലകമായിട്ടുള്ള പല റിവായത്തുകളും അവർ തെളിവിനായി കൊണ്ടുവന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തെ കുളി, ജുമുഅക്കുള്ള കുളി, അത് ഒരിക്കലും അതിൽ അമാന്തിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. നമ്മൾ ചില നിവേദനങ്ങൾ കേട്ടു, അതതിൻ്റെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത്. മാത്രമല്ല തിരുമൊഴികൾ ധാരാളം സൽമാൻ അൽ ഫാരിസിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, മൻ ഇഗ്തസല യൗമൽ ജുമുഅ വതതഹറ ബിമസ്തതഅ മിൻ തുഹ്രിൻ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിച്ചാൽ. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, മൻ ഇഗ്തസല സുമ്മ അതൽ ജുമുഅ, കുളിച്ച് പിന്നീട് ജുമുഅക്ക് വന്നാൽ. അബൂദറിൽ നിന്നുള്ള ഹദീസിൽ കാണാം, മൻ ഇഗ്തസല യൗമൽ ജുമുഅ ഫഅഹ്സനൽ ഗുസ്ൽ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിച്ചു, നന്നായി കുളിച്ചു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ കാണാം, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി വലബിസ മിൻ അഹ്സനി സിയാബിഹി. അപ്പോൾ ഇത്തരം ഹദീസുകളൊക്കെ നമ്മളോട് പറയുന്നത് പിന്നെ കുളിയുടെ ഒരു അനിവാര്യതയെയാണ്, അതിൽ അലംഭാവം പാടുള്ളതല്ല, വീഴ്ച പാടുള്ളതല്ല എന്നുള്ള കാര്യമാണ്. ഏതായാലും നമ്മൾ ഇവിടെ ഇന്ന് സംസാരിച്ചത് യൂസുഫ് ഇബ്ൻ അൽ ഹസൻ ഇബ്ൻ അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫുറൂഉൽ ഫിഖ്ഹിൽ അത്തഹാറത്തുൽ കുബ്ര, വലിയ ശുദ്ധി വരുത്തൽ എന്ന വിഷയത്തിൽ അതിൻ്റെ വാജിബും സുന്നത്തും വിശദീകരിച്ചതാണ്. നമുക്കതൊന്നുകൂടി വായിച്ചു പോകാം. വ അമ്മ തഹാറത്തുൽ കുബ്ര ഫതഹ്തവി അലാ സുന്നത്തിൻ വ വാജിബിൻ. അൽ വാജിബു അന്നിയ്യതു വ തഅമീമു സായിരിൽ ജസദ് വൽ മുസ്തഹബ്ബു ഗസ്ലു മാ ബിഹി മിൻ അദൻ വൽ വുദൂഉ വൽ ഗസ്ലു ثلاثا والدلك والتيامن والتسمية وتخليل الشعر وغسل قدميه في غير موضعه إذا لم يكن مبلطا. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശുദ്ധിയെ അസാധുവാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ നവാഖിദ് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അവൻ്റെ ദീനിൽ ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.